ഹലോ എവരി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ നമ്മുടെ എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം 6-7 മാസമായി ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇന്ന് വരുമോ നാളെ വരുമോ എക്സാം എന്ന് കാത്തിരിക്കുന്ന നമുക്ക് മുമ്പിലേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ എക്സാമിനേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനീഷ്യൽ കാലഘട്ടത്തിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പോലും പതുക്കെ പഠിത്തം നിർത്തി വേറെ ഒന്നിലേക്ക് ഡൈവേർട്ട് ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഐ പ്ലസ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷ് സെഷൻസിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വൊക്കാബുലറി സെഷൻസ് ഉണ്ട്, ഗ്രാമർ സെഷൻസ് ഉണ്ട്, നമുക്ക് അതിൽ തന്നെ സ്പോട്ടിംഗ് ദ എറർ ഉണ്ട്, പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയായിരിക്കും നമ്മളെ ചോദ്യ പാറ്റേണുകൾ വരുന്നത് എന്നുള്ള കാര്യം. സോ ആദ്യം നമുക്ക് വൊക്കാബുലറി വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സിനോണിം ഓഫ് മെറ്റിക്കുലസ്, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് എന്ത്, ഈ പറയുന്ന വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ. വൊക്കാബുലറിയിൽ നിന്ന് തന്നെ നമുക്ക് എന്തുണ്ടാവും, ഇഡിയംസ് ഉണ്ടായിരിക്കും, ദെൻ സിനോണിംസ് ഉണ്ടായിരിക്കും, അനോണിംസ് ഉണ്ടായിരിക്കും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ പല വിഭാഗത്തിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത്. നമ്മുടെ എക്സാമിനേഷൻ ഒരു 10th ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബാങ്കിങ്ങിൻ്റെ സാധാരണ പോലത്തെ അത്ര ടഫ് വേർഡ്സ് ഒന്നും വരത്തില്ല, വളരെ സിമ്പിൾ വാക്കുകളായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിനോണിം ഓഫ് മെറ്റിക്കുലസ്. വാട്ട് യു മീൻ ബൈ മെറ്റിക്കുലസ്? സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ, സെയിം മീനിങ് വരുന്നതിനെയാണ് എന്ത് സിനോണിം എന്ന് നമ്മൾ വിളിക്കുന്നത്. മെറ്റിക്കുലസിൻ്റെ സിനോണിം എന്താണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ സിനോണിം ഓഫ് മെറ്റിക്കുലസ് മീൻസ് കെയർലെസ് ഉണ്ട്, ലേസി ഉണ്ട്, തറവുണ്ട്, ക്വിക്ക് ഉണ്ട് ആണല്ലോ. വെൽ, മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റിക്കുലസ് എന്ന് പറയുന്നത്. സൂക്ഷ്മമായി ചെയ്യുന്ന ഒരു കാര്യം. ഇതിൽ കെയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ മെറ്റിക്കുലസിൻ്റെ അനണിമായിട്ട് വരും. അതായത് സൂക്ഷ്മത കുറവാണ് എന്ത്, കെയർലെസ് എന്ന് പറയുന്നത്. ലേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മടി എന്ന് പറയുന്ന പാറ്റേൺ ആണ്. കൗച്ച് പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന പാറ്റേൺ. കൗച്ച് പൊട്ടറ്റോ ഒരു ഇഡിയമാണ്. നമ്മൾ ലേസി പേഴ്സണാലിറ്റീസിനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവനൊരു കൗച്ച് പൊട്ടറ്റോ ആണ്. ഹീ ഈസ് എ കൗച്ച് പൊട്ടറ്റോ. ഈസ് എ കൗച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് കൗച്ച് പൊട്ടറ്റോ എന്ന് പറയുന്ന പാറ്റേണിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ലേസി പേഴ്സണാലിറ്റി ആണ് എന്ന് നമ്മൾ പറയുകയാണ് ആണല്ലോ. ക്വിക്ക് എന്ന് പറഞ്ഞാൽ വേഗം എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതിൽ മെറ്റിക്കുലസിൽ ഏറ്റവും ആപ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ തറവ് എന്ന് പറയുന്ന വേർഡാണ്. സോ ദ ആൻസർ ഈസ് തറവ്. തറവാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ പ്രധാനമായി എക്സാമിനേഷൻസിന് ഫേസ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഈ പറയുന്ന വാക്ക് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതാണ് ആണല്ലോ. നമ്മൾ വേർഡ്സ് പഠിക്കുമ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യമാണ്. വൊക്കാബുലറി പഠിക്കുമ്പം റൂട്ട് വേർഡ് സ്റ്റഡിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ളത്. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. സോ മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രൊനൗൺസിയേഷൻ കിട്ടും. തെറ്റ് ഒന്നും വരാതിരിക്കുക എന്നുള്ളതാണ് ആണല്ലോ. തെറ്റൊന്നും വരാതിരിക്കുക. സോ തെറ്റൊന്നും വരരുത് എന്നുള്ള കാര്യം. തെറ്റ് വരാതിരിക്കാൻ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് തറവായിട്ട് ഞാൻ ചെക്ക് ചെയ്തു എന്നുള്ളത്. തറവായി ചെക്ക് ചെയ്തു, ആക്ച്വലി ഇതൊരു ഇംഗ്ലീഷ് വേർഡാണ്. പക്ഷെ നമ്മൾ എന്ത് പറയും, തറവായിട്ട് ഞാനത് ചെക്ക് ചെയ്തു എന്നുള്ള കാര്യം പറയും ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, തറവ് എന്ന് പറഞ്ഞാൽ തറ കിട്ടൂലോ, തറ കിട്ടൂലോ. തറ നമ്മൾ ആദ്യം സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് അംഗനവാടിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പറയാം തറ പറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും ആണല്ലോ. തറ പറ എന്ന് പറഞ്ഞാൽ ബേസിക് പഠിക്കും. അതായത് വളരെ ബേസ് ആയിട്ട് ഫൗണ്ടേഷൻ പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആണല്ലോ. തറവായി പഠിച്ചിട്ടാണ് വരുന്നത്. സാധാരണ ഇതിൽ തമാശയൊക്കെ പറയും, ഞാൻ തറവായിട്ട് പഠിക്കാൻ വേണ്ടി 1 വർഷം കൂടി 9ാം ക്ലാസ്സിലിരുന്നു, 2 വർഷം 9 പഠിച്ചു. കാരണം എന്താ, തറവായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ തറവെന്ന് പറഞ്ഞാൽ എന്താ, സൂക്ഷ്മമായി എന്നുള്ളതാണ്. അത് തെറ്റൊന്നും വരാതെ വരാണ്. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മമായി എന്നുള്ള പാറ്റേൺ ആണ്. അപ്പം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. സോ മെറ്റിക്കുലസ് മീൻസ് തറവാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൽ സി, നമ്മൾ അടുത്ത ചോദ്യം അനോണിം ഓഫ് സ്കേസ്. സ്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി സ്കേസ്, അനോണിം എന്ന് പറഞ്ഞാൽ എന്താ? അനോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പാറ്റേൺ ആണ് അനോണിം എന്ന് പറയുന്നത്. സ്കേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്. വെള്ളം ഇല്ലാത്ത സാഹചര്യത്തെ നമ്മൾ പറയാം ലാക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് കൂടി ഉപയോഗിക്കും നമ്മൾ. ലാക്ക്. സി ലാക്ക് ഓഫ് നോളജ്. ലാക്ക് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ?
അറിവില്ലായ്മ എന്ന് പറയാം, അല്ലെങ്കിൽ അറിവിൻ്റെ അഭാവം എന്ന് പറയാം. ഇല്ലായ്മയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നാണ്. ഇപ്പോൾ റെയർ ഇവിടെ പറ്റുമോ? ഇല്ല. റെയർ എന്ന് പറഞ്ഞാൽ എന്താ? റെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അപൂർവമാണ്. നമ്മൾ ഇഡിയംസ് ഒക്കെ പഠിക്കുമ്പോൾ സാധാരണ ഇതിൽ എക്സാമിനേഷനിൽ ഇഡിയംസിൽ വരുന്നൊരു പാറ്റേൺ ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പാറ്റേൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ റെയർ എന്ന് പറയുന്ന പാറ്റേൺ ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. സി, ഇത് നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡാണ് കണ്ടോ. ആക്ച്വലി നമ്മൾ വേർഡ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇഡിയമും കൂടി പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചു പോകുന്നു. കാരണം ഇഡിയം നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും ആണല്ലോ. ബാങ്കിങ് എക്സാമിനേഷൻസിന് ഇഡിയംസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. സോ ഇഡിയം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ കുറച്ച് സമയം ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ വേർഡ് മീനിങ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ പാറ്റേൺ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് റെയർ ആണ്. ഇനി പ്ലെൻഡി എന്ന് പറയുന്ന പാറ്റേൺ ആണല്ലോ. പ്ലെൻഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയാണ് പ്ലെൻറ്റി. ഒരുപാട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ്. അപ്പം സ്കേഴ്സിന്റെ അനണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? പ്ലെൻറ്റി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂ എന്ന് പറഞ്ഞ വേർഡിന്റെ ഒരു പ്രത്യേക പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് കോസ്റ്റ്ലി നമുക്കൊന്ന് നോക്കാം. കോസ്റ്റ്ലി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എക്സ്പെൻസീവ് ആണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ്ലി. എക്സ്പെൻസീവിന്റെ അനണിം എന്താ? ചീപ്പാണ്. ഓക്കെ, ചീപ്പാണ്. അവൻ ഭയങ്കരമായിട്ട് കാശ് ചിലവാക്കുന്ന ആളാണ് എന്ന് നമ്മൾ പറയാം. ഭയങ്കരമായിട്ട് കാശ് ചിലവാക്കുകയാണ്. ലാവിഷ് ആണല്ലോ. ഭയങ്കരമായി കാശ് ചിലവാക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാവിഷ് ആണ്. അവൻ ഭയങ്കര ലാവിഷ് ആണ്. അവൻ ഭയങ്കര സ്പെൻഡ് ത്രിഫ്റ്റ് ആണ്. സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ദൂർത്തടിക്കുന്ന ലാവിഷായ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത്. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലവ് എന്നുള്ളതാണ് ആണല്ലോ. ചിലവാക്കുക, സ്പെൻഡ്. സോ സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവാക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറയുന്ന പാറ്റേൺ. ഇനി ഈ സ്പെൻഡ് ത്രിഫ്റ്റിന്റെ അനണിം എന്താണ്? സ്പെൻഡ് ത്രിഫ്റ്റിന്റെ അനണിം എന്ന് പറഞ്ഞാൽ മൈസറാണ്. മൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പിശുക്കരെ വിളിക്കുന്ന പേരാണ് മൈസർ എന്ന് പറയുന്ന പാറ്റേൺ. സോ മൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കരെ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് എന്ത്? മൈസർ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഫ്യൂ എന്ന് പറഞ്ഞ പാറ്റേൺ ആണ് പറഞ്ഞത്. ഫ്യൂ നമുക്കൊരു ഗ്രാമർ കൂടിയാണ്. അതുകൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്തു പോവാം. ഫ്യൂ, എ ഫ്യൂ, ലിറ്റില്, എ ലിറ്റിൽ സ്ഥിരമായി നമുക്ക് വരുന്ന ഒന്നാണ്. ഇനി വേണമെങ്കിൽ ദ ഫ്യൂ കൂടി നോക്കാം. ദ ഫ്യൂ ഗ്രാമറിന്റെ എല്ലാ ടോപ്പിക്കും നമുക്ക് ആ പാറ്റേൺ നോക്കാം. ദ ലിറ്റിൽ. ഓക്കെ, അഡ്ജക്റ്റീവ് വിഭാഗത്തിൽ വരുന്ന പാറ്റേൺ ആണ് എന്ത്? ഈ പറയുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത്. ഇത് ഈ ഫ്യൂ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുറച്ച് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്യൂ എന്ന്. കുറച്ച് എന്ന് പറയുന്നതിൻ്റെ വാക്ക് എ ഫ്യൂ എന്നാണ്. കണ്ടോ, എ ഫ്യൂ എന്നാണ്. കുറച്ച് എന്ന് പറയുന്ന വാക്ക് എ ഫ്യൂ ആണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് പാറ്റേൺ. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന അർത്ഥം വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ദ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഉള്ളത് മൊത്തം എന്ന് നമ്മൾ പറയുന്നതാണ് ദ ഫ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂവും ലിറ്റിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യം നോക്കാം. നമ്മളൊരു കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ, ഇപ്പം എനിക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും ആൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഗേൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, എനിക്കിത് കൗണ്ട് ചെയ്യാൻ പറ്റും. കൗണ്ടബിളായ നൗണുകളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് ഫ്യൂവും, എ ഫ്യൂവും, ദ ഫ്യൂവും എല്ലാം ആണല്ലോ. എന്നാൽ ലിറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ അൺകൗണ്ടബിളായ നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് എന്ത്? ലിറ്റിൽ എന്ന് പറയുന്ന പാറ്റേൺ, അല്ലെങ്കിൽ എ ലിറ്റിൽ എന്ന് പറയുന്ന പാറ്റേൺ, ദ ലിറ്റിൽ എന്ന് പറയുന്ന പാറ്റേൺ. ഈ പാറ്റേൺ ഒക്കെ നമ്മൾ അൺകൗണ്ടബിളായ നൗണുകളുടെ കൂടെ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് എന്ത്? എ ലിറ്റിൽ, ലിറ്റിൽ, ദ ലിറ്റിൽ എന്നൊക്കെ പറയുന്ന പാറ്റേൺ. അപ്പം ദ ലിറ്റിൽ, ലിറ്റിൽ, എ ലിറ്റിൽ എന്നൊക്കെ പറയുന്ന പാറ്റേൺ നമ്മൾ അൺകൗണ്ടബിളായ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണ്. ദർ ഈസ് ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം വെള്ളമില്ല എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ദർ ഈസ് ലിറ്റിൽ വാട്ടർ മീൻസ് നോ വാട്ടർ. ഇനി ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ എന്നാണ് എങ്കിലോ, ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് there is a little water എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ there is a little boys എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കുറച്ച് ബോയ്സിന് there is a little boys എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് സ്പോട്ട് എറർ ക്വസ്റ്റ്യൻ പാറ്റേൺ ഗ്രാമറിൻ്റെ ഭാഗത്ത് നമുക്കറിയാം എക്സാമിനേഷന് വരുന്ന ഒരു ഭാഗമാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ നമുക്ക് സ്പോട്ടിംഗ് എറർ ക്വസ്റ്റ്യൻസ് വരും. തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ there is a little boys എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ട് ചെയ്യാം. കാരണം ബോയ്സ് ഒരു കൗണ്ടബിൾ നൗണാണ്. കൗണ്ടബിളായ നൗൺസിൻ്റെ കൂടെ നമുക്ക് ലിറ്റിലോ എ ലിറ്റിലോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഫ്യൂവോ അല്ലെങ്കിൽ എ ഫ്യൂ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ തന്നെ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ബോയ്സ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ് ദർ ആർ ഫ്യൂ ബോയ്സ്. അവിടെ ഈ മീൻസ് ഉപയോഗിക്കില്ല. ദർ ആർ ഫ്യൂ ബോയ്സ് മീൻസ് നോ ബോയ്സ്. ദർ ആർ എ ഫ്യൂ ബോയ്സ് മീൻസ് സം ബോയ്സ് അല്ലെങ്കിൽ കുറച്ച് ബോയ്സ് ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ യൂസ് ചെയ്തത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ സ്പീച്ചൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ സ്പീച്ച് നടത്തുന്നത് എങ്ങനെയാണ്? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, teachers, non-teaching staff, and my dear friends, today I am standing before you to say a few words. See, കണ്ടോ,
എ ഫ്യൂ വേർഡ്സ്. എ ഫ്യൂ വേർഡ്സ് മീൻസ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ഫ്യൂ ഇവിടെയും വരില്ല. സോ ദ പാറ്റേൺ ദ റൈറ്റ് വൺ ഇറ്റ് ഈസ് പ്ലെൻഡി. ദ അനോണിം ഓഫ് സ്കേഴ്സ് ഇറ്റ് ഈസ് പ്ലെൻഡി ആണല്ലോ. സ്കേഴ്സ് എൻ്റെ അനോണിം എന്ന് പറയുന്നത് പ്ലെൻഡി ആണ് എന്നുള്ള കാര്യം കിട്ടി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Well, so choose the word closest in meaning to dispatch. See, ഇത് കണ്ടോ, ഈ സിനോണിം തന്നെ അല്ലേ ക്ലോസസ്റ്റ് ഇൻ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതായത് നമുക്ക് ഓൾറെഡി ആൻസേഴ്സ് അറിയാമെങ്കിലും എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാമിൽ ഇരിക്കുമ്പം നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും. അപ്പം നമ്മൾ വായിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ വായിച്ചു പോകുമ്പം എന്ത് ചെയ്യും, ഈ സാധനത്തിന് നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന തെറ്റായ ഉത്തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ആണ് അവരെന്തിനു ചെയ്യുന്നത്, ഈ ഇൻസ്ട്രക്ഷൻസിൽ മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മുടെ ഐപ്ലസിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആണല്ലോ. പ്ലേ സ്റ്റോറിൽ കയറി ഐപ്ലസിൻ്റെ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ചെയ്യാൻ പറ്റും. മോക്ക് ക്വസ്റ്റ്യൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങൾക്ക് സെറ്റ് ഓഫ് മോക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണും. അപ്പോൾ ഇനി എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമാണ്, ആ ടൈമിൽ നിങ്ങൾ പ്രാക്ടീസ് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് എക്സാമിനേഷന് വരുന്നത്. കാരണം അത്ര ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഓരോരോ സെറ്റുകളായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസം ചെയ്ത് നോക്കാൻ സാധിക്കും. എന്താണ് നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് വരുന്നത്. ഇപ്പം വൊക്കാബുലറി ഭാഗത്തിലാണ് ഞാൻ വീക്ക്, ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വൊക്കാബുലറി ഭാഗത്തിലാണ് എൻ്റെ വീക്ക്നെസ് എങ്കിൽ വൊക്കാബുലറി നന്നായി പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഗ്രാമറിലാണ് എൻ്റെ വീക്ക്നെസ് എങ്കിൽ ഗ്രാമർ നന്നായി പഠിക്കുക എന്നുള്ള പാറ്റേൺ. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് എല്ലാം പറഞ്ഞു തരും, എന്താണ് അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്നുള്ളത്. സോ നിങ്ങൾ മാത്സിലാണ് വീക്കെങ്കിൽ നിങ്ങൾക്ക് മാത്സ് അവിടെ പഠിക്കാം. ദെൻ നിങ്ങൾക്ക് റീസണിങ് ആണെങ്കിൽ റീസണിങ്. സോ എന്താണ് എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ട് വേണം ആ പാറ്റേൺ നോക്കാൻ വേണ്ടി. സോ ഡു മോക്സ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാംസ് അടുത്തടുത്ത് വരികയാണ്. എക്സാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പുതുതായി ഒരു കാര്യം പഠിക്കാൻ പോകാതെ മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. വെൽ, സോ വേർഡ് ക്ലോസസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനോണിം എന്ന് തന്നെയാണ് അർത്ഥം, ബട്ട് അവർ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിച്ചു തരും. വെൽ, അപ്പോൾ ഡിസ്പാച്ച് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന ഒരു പാറ്റേൺ ആണ്. ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഇപ്പോൾ നമ്മളൊരു കൊറിയർ അയക്കാൻ പോകുമ്പോൾ നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ട് എന്ന് വേണ്ടി കൊറിയർ കമ്പനി മെസ്സേജ് ചെയ്യുന്നത് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ് നമുക്ക് സാധാരണഗതിയിൽ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇ കൊമേഴ്സ് നടത്തുന്ന ആൾക്കാരാണ്, ഓൺലൈൻ ഷോപ്പിംഗ്സ് എല്ലാം നടത്തുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സാധാരണഗതിയിൽ നമ്മൾ ഒരു മെയിൽ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ കാണാറുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും, നമ്മളത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പം നമ്മളൊരു കാര്യം പഠിക്കുന്നത് നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇപ്പോൾ ഡെസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പാറ്റേൺ? ഡെസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് ആണ് എന്നുള്ള കാര്യം എടുക്കുക. അതായത് നമ്മളൊരു കാര്യം സെൻഡ് ചെയ്യുന്നതിനാണ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ഡിലേ എന്ന് പറഞ്ഞാൽ വൈകിപ്പിക്കുക എന്നുള്ള പാറ്റേൺ എന്ന് നമുക്കറിയാം. റിസീവ് ഒരു കാര്യം സ്വീകരിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നോ ദാറ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് പറയുന്ന പാറ്റേൺ ആണ്. സോ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഒബ്സൊലേറ്റ്. What is the meaning of obsolete? That is the question. So what is the meaning of obsolete? Obsolete means outdated ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ പറയും. ഫാഷൻ പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ട്രെൻഡ് പോയി എന്ന് നമ്മൾ പറയത്തില്ലേ, ഇതിനെയാണ് നമ്മൾ ഒബ്സലേറ്റഡ് എന്ന് പറയുന്നത്. സോ ഒബ്സലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഒബ്സലേറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ഔട്ട്ഡേറ്റഡും ഒബ്സലേറ്റും ഏറെക്കുറെ ഒരേ പ്രൊനൗൺസിയേഷൻ പാറ്റേണിലേക്ക്, ഒരേ സിലബിലേക്ക് പോകും. സോ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം, ഒബ്സലേറ്റ് മീൻസ് ഔട്ട്ഡേറ്റഡ്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഒലിച്ചുപോയി എന്ന് ഒബ്സലേറ്റിൽ നിന്ന് കിട്ടും. ഒലിച്ചുപോയി, ആ ഫാഷൻ ഒലിച്ചുപോയി, ഇപ്പം ആ ഫാഷനിൽ ഇപ്പം ആ ട്രെൻഡ് ഇല്ല, പുതിയ ട്രെൻഡാണ് എന്നുള്ളത്. ട്രെൻഡ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സോ ഒബ്സലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒലിച്ചുപോയി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് എക്സാമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും എപ്പോഴും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് then you will be outdated. So if you are not updated you will be outdated, you will be obsoleted. അതായത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അതായത് പുതിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കൽ പോലും എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ പുറകിലുള്ള ആൾക്കാർ ഓവർകം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിനോണിം ഓഫ് എൻഡവർ എന്ന് പറയുന്ന പാറ്റേൺ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻഡവർ ചെയ്താൽ മാത്രമേ നിങ്ങൾ സക്സസ്ഫുൾ ആകുകയുള്ളൂ. സോ എൻഡവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റംപ്റ്റ് എന്നാണ് ഈ പറയുന്ന എൻഡവർ എന്ന് പറയുന്നത്. എൻഡവർ ആര് ചെയ്യണം? ഞാൻ തന്നെയാണ്. എൻ്റെ
ഒരു അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ ഞാൻ തന്നെ അതിൽ ഫോക്കസ് ചെയ്യണം. എൻ്റെ ഞാൻ തന്നെ അത് വിചാരിക്കണം. വേറെ ആരെങ്കിലും ഉന്തി തള്ളിയാലൊന്നും നടക്കില്ല. ഞാൻ തന്നെ എന്നെ ഉന്തി തള്ളി വിട്ടിട്ട് കാര്യമുള്ളൂ. വേറെ ആരും ചെയ്തിട്ട് കാര്യമില്ല. വേറെ ആരെങ്കിലും അച്ഛനോ അമ്മയോ ഒന്നും ഉന്തി തള്ളിയിട്ട് കാര്യമില്ല. എനിക്ക് തന്നെ തോന്നണം. സോ എൻഡവർ മീൻസ് വാട്ട്? അറ്റംപ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്ത് വെക്കാം. നമ്മുടെ അറ്റംപ്റ്റ് ആണ് വേണ്ടത്, എൻ്റെ അറ്റംപ്റ്റ് ആണ് എനിക്ക് വേണ്ടത്. സോ എൻഡവർ മീൻസ് എൻഡവർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. എൻഡവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റംപ്റ്റ് എന്നാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എൻഡവർ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കി 5 വൊക്കാബുലറി സെഷൻസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് പാറ്റേൺ ആണ് നോക്കി. അതിൽ നമ്മൾ സിനോണിം കണ്ടു, ദെൻ നമ്മൾ അനോണിം കണ്ടു, സെയിം മീനിങ് എന്ന് പറഞ്ഞ ചോദ്യം കണ്ടു. സെയിം മീനിങ് എന്ന് പറഞ്ഞാൽ സിനോണിം തന്നെയാണ്. ഇനി നമുക്ക് ഇഡിയംസ് ഒക്കെ ഉണ്ട്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കൂടി നോക്കാം. നിങ്ങൾക്ക് ഇനി ബോറടിക്കണം. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. കുറച്ച് വൊക്കാബുലറി പഠിക്കുക, ദെൻ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രാമർ ചെക്ക് ചെയ്യുക. ഗ്രാമർ പഠിച്ച് ബോറടിക്കുമ്പോൾ കുറച്ച് വൊക്കാബുലറി പോവുക, പിന്നെ വേറെ ടോപ്പിക്കിലേക്ക് പോവുക. കാരണം സ്ഥിരമായൊരു ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ബോറടിക്കും. സോ ചേഞ്ച് ദ ടോപ്പിക്സ്. സോ നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമറിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന പാറ്റേണിലേക്ക് പോവുകയാണ്. he was appointed as manager last year. See dash തന്നിട്ടുണ്ട് a and the. So he was appointed dash manager last year. അവൻ കഴിഞ്ഞ വർഷം ഒരു മാനേജറായിട്ട് അവനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വിഷയം ആണല്ലോ. ഈ ലാസ്റ്റ് ഇയർ ആണ് അപ്പോയിന്റ് ചെയ്തത്, മാനേജറായിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്. അയാളെക്കുറിച്ച് എടുത്തൊന്നും നമ്മൾ പറഞ്ഞില്ല, അവനെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നൗൺ ആണല്ലോ. നൗണിൻ്റെ മുമ്പിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നൗണിൻ്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കും. നൗണിൻ്റെ മുമ്പിലാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. അപ്പം നോ ആർട്ടിക്കിൾ എന്നുള്ള സാധനം നമുക്ക് ഓൾറെഡി മാറ്റാം. കാരണം നൗണാണ്. നൗണിൻ്റെ മുമ്പിൽ നമ്മൾ എന്തുപയോഗിക്കും? ആർട്ടിക്കിൾ ഉപയോഗിക്കും ആണല്ലോ. ഇനി സിംഗുലർ നൗണുകളുടെ കൂടെയാണ് നമ്മൾ എയോ അല്ലെങ്കിൽ ആനോ ഉപയോഗിക്കുന്നത്. സിംഗുലർ നൗൺസിൻ്റെ കൂടെയാണ്. മാനേജർ ഒരു സിംഗുലർ നൗണാണ്. മാനേജേഴ്സ്, കാരണം എന്താ? എയും ആനും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു എന്ന അർത്ഥം വരുന്ന പാറ്റേൺ ആണ് ഈ എയും ആനും എന്ന് പറയുന്നത്. ഒരു എന്ന അർത്ഥം വരുന്നതാണ്. അപ്പം ഹി വാസ് അപ്പോയിന്റഡ് ആസ് എ മാനേജർ എന്നായിരിക്കും നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഹി വാസ് അപ്പോയിന്റഡ് ആസ് ആൻ മാനേജർ എന്നുള്ളത്. ഏതായിരിക്കും ശരി? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വേർഡ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ വേർഡിനെ മലയാളത്തിലേക്കൊന്ന് എഴുതി നോക്കുക. വേർഡ് മൊത്തം ഒന്നും എഴുതണ്ട, ആദ്യത്തെ അക്ഷരം ഒന്ന് മലയാളത്തിൽ എഴുതി നോക്കുക. ആദ്യത്തെ അക്ഷരം മലയാളത്തിൽ എഴുതി നോക്കുക. ഞാനൊന്ന് മലയാളത്തിൽ എഴുതി നോക്കുകയാണ് ആദ്യത്തെ അക്ഷരം. സോ ആദ്യത്തെ അക്ഷരം ഞാൻ മലയാളത്തിൽ എഴുതി മാനേജറാണ്. സോ മായാണ് ആണല്ലോ. മായാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ അക്ഷരം മായാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ മുതൽ നമ്മുടെ ആ ഇല്ലേ, അമ്മ എന്ന് പറയുന്ന ആ മുതൽ ഇങ്ങനെ പോയി ആ ഈ പോയി നമ്മൾ അമ്മ് എന്ന് പറയുന്ന അക്ഷരമില്ലേ, അംബുജാക്ഷൻ്റെ ഇവിടെ വരെ വരുന്ന ഏതക്ഷരം വന്നാലും ഒന്നും നോക്കണ്ട, കണ്ണുമടച്ച് ആൻസർ എഴുതിക്കോണം. എന്താണ് ആൻസർ? നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആനായിരിക്കും ആണല്ലോ. ആനായിരിക്കും. ഏത് പാറ്റേണിൽ? ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരങ്ങൾ ഏതെങ്കിലുമാണ് വരുന്നതെങ്കിൽ കണ്ണുമടച്ച് ആൻസർ എഴുതുക. എന്താണ്? ഇറ്റ് ഈസ് ആൻ. ഇനി കായ്ക്ക എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന അക്ഷരങ്ങളില്ലേ, കായ്ക്ക, ചായ്ച്ച, യാരാലാവാശ എന്ന് പറയുന്ന അക്ഷരങ്ങൾ മലയാളത്തിൽ നമ്മളിതിനെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് വിളിക്കും. ഇംഗ്ലീഷിൽ നമ്മളിതിനെ കൺസണന്റ് സൗണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഏത്? ആ അല്ല, കായ്ക്ക, അല്ലെങ്കിൽ യാരാലാവാശ, ചായ്ച്ച എന്നൊക്കെ പറയുന്നത്. ഇനി ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ വൗവൽ സൗണ്ട്സ് എന്ന് വിളിക്കും. മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ എന്ന് വിളിക്കും. നിങ്ങൾ ഇനി എക്സാമിൻ്റെ തലയാഴ്ച പോയിട്ട് വൗവൽ സൗണ്ട്സ് എന്താണ്, സ്വരാക്ഷരം എന്താണ്, ഇതൊന്നും പഠിക്കണ്ട. ഞാൻ ഈ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. അതായത് ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരമാണെങ്കിൽ കണ്ണുമടച്ച് ആൻസർ എഴുതിക്കണം. ആൻസർ ആനാണ്. ഇനി അക്ഷരം കാ ആണ്, അല്ലെ ചായാണ്, യാരാലാവാശ ആ കിടക്കുന്ന, അതായത് ഇതല്ലാത്ത ഏതക്ഷരം വന്നാലും കണ്ണുമടച്ച് ആൻസർ എഴുതിക്കണം. ആൻസർ ചെയ്യായിരിക്കും. ഡീലാണ്. വേണം ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചാൽ, കാർ മലയാളം ഞാൻ എഴുതി നോക്കുവാണേ. കായല്ലേ, കായാണ് മലയാളം വരുന്നത്. എ കാർ കണ്ടോ മലയാളം വരുന്നത് എ കാർ. ഇനി നമുക്ക് എന്താ വേണ്ടേ? നിങ്ങൾ പറ. ആൻ വരുന്നൊരു സാധനം പറഞ്ഞു തന്നെ എനിക്ക്. ഇങ്ക് ആണല്ലോ, ഇങ്ക് പോട്ട്. ഈ അല്ലേ? സോ ഈ ഈവല്ലേ, ആൻ ഇങ്ക് പോട്ട്. അപ്പം ഇനി ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറ. ഹി വാസ് അപ്പോയിന്റഡ് ആസ് എ മാനേജർ. He was appointed as a manager last year. ഇതിൻ്റെ ഒരു ചോദ്യം കൂടി ആർട്ടിക്കിളിൽ നിന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാവോ?
നിങ്ങൾ കണ്ടുപിടിക്കാൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലോജിക്കൊക്കെ പറഞ്ഞു തന്നു. എന്താ സിമ്പിൾ പാറ്റേൺ, സിമ്പിൾ ലോജിക്കാണ് അത്. നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ കിട്ടി. ഏതെങ്കിലും ഒരു വേർഡ് കിട്ടുകയാണെങ്കിൽ ആ വേർഡിൽ എന്ത് ചെയ്യണം? വേർഡ് മൊത്തം ഒന്നും എഴുതി നോക്കണ്ട, വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്ത് നോക്കണം. വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം എന്ത്? ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരങ്ങളിൽ എവിടെയെങ്കിലുമാണ് വരുന്നത് എങ്കിൽ ആൻസർ ആൻ ആയിരിക്കും. ഇനി കായ്ക്കാണ് വരുന്നതെങ്കിൽ ആൻസർ എ ആയിരിക്കും. സോ നിങ്ങൾ തന്നെ പറ ഇതിൻ്റെ ആൻസർ. ഡാഷ് ഓണസ്റ്റ് എംപ്ലോയി ഈസ് റെസ്പെക്റ്റഡ് എവരിവെയർ. സി ഡാഷ് ഓണസ്റ്റ് എംപ്ലോയി ഈസ് റെസ്പെക്റ്റഡ് എവരിവെയർ. എ ആണോ ആനാണോ? സി ഒരു ഹോണസ്റ്റ് എംപ്ലോയി എല്ലായിടത്തും എന്ത് ചെയ്യും? റെസ്പെക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എ ആണോ ആനാണോ? സംശയമുണ്ടോ? സംശയം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിത് എഴുതി വെക്കും. മലയാളത്തിൽ ഞാൻ എഴുതി വെക്കുവാണ് ഓണസ്റ്റ്. മൊത്തം ഒന്നും എഴുതണ്ട. ഓ കിട്ടിയല്ലോ. ഓമനപ്പുഴ കടപ്പുറത്ത്, മറ്റേ ദിലീപിന്റെ പാട്ടില്ലേ, ഓ വെച്ച് കണ്ടോ? ഓ എന്ന് പറയുന്ന പാറ്റേൺ അതിൻ്റെ ഇടയിൽ വരുന്ന സാധനമല്ലേ? എന്തേലും നോക്കണോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ആനാണ്. സോ ആൻസർ ഈസ് ആൻ ഓണസ്റ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എളുപ്പത്തിൽ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആൻ ഓണസ്റ്റ് ആണ് നമ്മളുടെ ആൻസർ. സോ ആൻ ഓണസ്റ്റ് എന്ന് പറയുന്ന പാറ്റേൺ നമുക്ക് അവിടെ കിട്ടി. വെൽ, അടുത്ത നമ്മൾ നോക്കുന്നത് സ്റ്റാഫ് മെമ്പർ വാസ് ആബ്സെന്റ് ഡാഷ് ഡ്യൂട്ടി എക്സ്റ്റർഡേ. സ്റ്റാഫ് മെമ്പർ വാസ് ആബ്സെന്റ് ഡാഷ് ഡ്യൂട്ടി എസ്റ്റർഡേ. സി നമ്മളുടെ ഫ്രം, ഓണ്, അറ്റ്, ബൈ. ഇത് എന്തിൽ നിന്നുള്ള ചോദ്യമാണ്? ഇത് പ്രിപ്പോസിഷനിൽ നിന്നുള്ള ചോദ്യമാണ്. എക്സാമിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പാറ്റേൺ ആണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് ടൈം, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആണല്ലോ. സി നമ്മൾ ഈ ട്രയാങ്കിളിൽ ഏറ്റവും വലിയ പിക്ചർ എന്ന് പറയുന്നത് ഏതാ? ഏറ്റവും വലിയത് ഇന്നാണ് ഏറ്റവും വലുത്. രണ്ടാമത്തത് ഓണാണ്, അറ്റത്ത് കിടക്കുന്ന അറ്റാണ്. അപ്പം നമ്മൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വലിയ സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നാണ്. ചെറിയ സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അറ്റാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും ചെറുത് അറ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാണെന്ന് വെച്ചോ, അതായത് ഇപ്പം കളമശ്ശേരി എറണാകുളം ആണല്ലോ. സി എറണാകുളം വലിയ സ്ഥലമാണ്, കളമശ്ശേരി ഒരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ എറണാകുളത്തിൽ ചെറിയ സ്ഥലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ ഐ വാസ് ബോൺ അറ്റ് കളമശ്ശേരി ഇൻ എറണാകുളം. ഇതാണ് പാറ്റേൺ. സോ ഐ വാസ് ബോൺ അറ്റ് കളമശ്ശേരി ഇൻ എറണാകുളം. ഇങ്ങനെയാണ് വരുന്നത്. വലിയ സ്ഥലങ്ങളുടെ കൂടെ ഇൻ ഉപയോഗിക്കും, ചെറിയ സ്ഥലങ്ങളുടെ കൂടെ നമ്മൾ അറ്റായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വർഷങ്ങളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. വർഷം അല്ലെങ്കിൽ ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വലുതാണ് ആണല്ലോ. വർഷം അല്ലെങ്കിൽ മാസം എന്നൊക്കെ പറഞ്ഞാൽ വലുതാണ്. അപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻ 2026. കണ്ടോ? ഇൻ 26 ഒരു വർഷമാണ്. മാസത്തിൻ്റെ കാര്യം ഇൻ ജാനുവരി. എന്നാൽ ദിവസം എന്നൊക്കെ പറഞ്ഞാലോ അത്ര വലുതുമല്ല, എന്നാൽ അത്ര ചെറുതുമല്ല ആണല്ലോ. ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം പാറ്റേൺ ആണ്. ഇതിൽ മീഡിയം അത്ര ഓണാണ്. സി നമ്മൾ ഓൺ ജാനുവരി 26. ഓൺ ജാനുവരി 26 എന്താ പ്രത്യേകത? ജാനുവരി 26ന്റെ പ്രത്യേകത എന്താ? ഇന്ത്യക്ക് റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ജാനുവരി 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ അവിടെ കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഇനി അപ്പം നിങ്ങൾ നോക്കിക്കേ, സ്റ്റാഫ് മെമ്പർ വാസ് ആബ്സെന്റ് ഡ്യൂട്ടി എസ്റ്റർഡേ. ഡ്യൂട്ടിയിൽ നിന്ന് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് അല്ലേ? ഡ്യൂട്ടിയിൽ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് മലയാളത്തിലേക്ക് നോക്കുകയാണ്. ഇത് ഞാൻ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസും ടൈമുമാണ് പറഞ്ഞത്. ഈ ഓണും അറ്റും ബൈയും എപ്പോഴും പ്രിപ്പോസിഷൻ ഓഫ് ടൈമുമായി ബന്ധപ്പെട്ട പാറ്റേണായിരിക്കും വരുന്നത്. ഇവിടെ ടൈമാണോ പറയുന്നത്? അല്ല, ഇവിടെ ഡ്യൂട്ടിയിൽ നിന്ന് അയാൾ ലീവാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഡ്യൂട്ടിയിൽ നിന്ന് അയാൾ ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യമാണ്. ഒരു കാര്യം നമ്മൾ അതിൽ നിന്ന് എന്നൊക്കെ പറയാൻ ഫോക്കസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഫ്രം എന്ന് പറയുന്ന പാറ്റേണാണ്. ഫ്രം ആണല്ലോ. ഞാൻ കൊല്ലത്തുനിന്ന് വരെയാണ്. ഐ കം ഫ്രം കൊല്ലം നമ്മൾ പറയുന്ന ഒരു പാറ്റേൺ ആണല്ലേ. ഐ കം ഫ്രം കൊല്ലം. ഇത് നമ്മൾ സാധാരണഗതിയിൽ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പം ഐ ആം ഫ്രം എന്ന് പറയുന്ന പാറ്റേൺ, ഞാൻ അവിടെ നിന്നാണ്. അപ്പം ജോലിയിൽ നിന്ന് ഒരാൾ ലീവായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പാറ്റേൺ ആണ് സ്റ്റാഫ് മെമ്പർ വാസ് ആബ്സെന്റ് ഫ്രം ഡ്യൂട്ടി എസ്റ്റർഡേ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഡോക്യുമെന്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഡാഷ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഡോക്യുമെന്റ്സ്
വേർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാഷ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട അതേ പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഓരോ വേർഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിപ്പോസിഷൻ പോലുള്ള ഗ്രാമർ ടോപ്പിക്കുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് കിട്ടുമ്പം അല്ലെങ്കിൽ ഓപ്ഷൻസിൽ കിട്ടുമ്പോൾ അത് തന്നെ എവിടേക്കായിരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. സി ടു എന്ന് പറയുന്ന സാധനം, ദെൻ വിത്ത് എന്ന് പറയുന്ന സാധനം, ബിറ്റ്വീൻ എന്ന് പറയുന്ന സാധനം, എമംഗ് എന്ന് പറയുന്ന സാധനം. ദ ഡോക്യുമെന്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാഷ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടു എന്ന് പറയുന്ന സാധനം ആണല്ലോ. ടു എന്ന് പറയുന്ന സാധനം നമ്മൾ അതിലേക്ക് എന്ന് പറയുന്ന പാറ്റേണിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. വിത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ടൂൾസിൻ്റെ കൂടെയൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, വിത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഐ കട്ട് വിത്ത് നൈഫ് എന്ന് പറയും ആണല്ലോ. ഞാനിത് കട്ട് ചെയ്തത് നൈഫ് വെച്ചാണ്, വിത്ത് നൈഫ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം ഒരു ടൂൾസിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് വിത്ത് ഉപയോഗിക്കുന്നത്. ഈ ബിറ്റ്വീൻ എന്ന് പറയുന്ന സാധനം നമ്മൾ രണ്ടാളുകളുടെ കൂടെ ഉപയോഗിക്കുന്ന സാധനമാണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. എമംഗ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എമംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരാണെങ്കിൽ ബിറ്റ്വീൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. എമംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എമംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ പറ ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത്. ദ ഡോക്യുമെന്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാഷ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രണ്ടിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവുമല്ലോ. രണ്ടുപേരാണെങ്കിൽ അവർ കൃത്യമായി മെൻഷൻ ചെയ്തേനെ, രണ്ടുപേർ എന്നുള്ള കാര്യം പറഞ്ഞേനെ ആണല്ലോ. എക്സാംസിന് രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരെന്ന് പറയും. രണ്ടുപേരെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ആയിരുന്നു ഉപയോഗിക്കുന്നത്. സോ ഇവിടെ സ്റ്റാഫ് മെമ്പേഴ്സ് മൊത്തം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, എമംഗ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് എമംഗ്. സോ ദി ഡോക്യുമെന്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. ഇനി ഇവിടെ തന്നെ ഡോക്യുമെന്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാഷ് രണ്ടാൾക്കാരുടെ പേര് പറയുക, രാഹുൽ ആൻഡ് രാധ എന്നൊക്കെ പറയുകയാണെങ്കിൽ ദെൻ ബിറ്റ്വീൻ രാഹുൽ ആൻഡ് രാധ എന്നായി. അപ്പോൾ രണ്ടുപേരായി. രണ്ടുപേരാകുമ്പോൾ ബിറ്റ്വീൻ ആണ്, രണ്ടുപേരിൽ കൂടുതലാണെങ്കിൽ എമംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കാം. നമുക്ക് സ്ഥിരമായി എക്സാമിന് വരുന്ന രണ്ട് വാക്കുകൾ കൂടി പഠിച്ചേക്കാം. ബിസൈഡ് എന്ന് പറയുന്ന വാക്ക്, ബിസൈഡ്സ് എന്ന് പറഞ്ഞ വാക്ക്. ഈ വാക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ എളുപ്പമാണ്. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഓപ്ഷനിൽ ഇത് കാണുമ്പോൾ ദൈവമേ അവിടെ ബിസൈഡ് ആയിരുന്നോ അതോ ബിസൈഡ്സ് ആയിരുന്നോ എന്നുള്ളത്. നമുക്കത് വ്യക്തമായിട്ട് ഷോർട്ട് കട്ട് ഇട്ട് തന്നെ പഠിക്കാം. അപ്പം നിങ്ങൾ മറന്നു പോകത്തില്ല. ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരികെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ബിസൈഡ് എന്ന് പറയാൻ. ഷീ സിറ്റിംഗ് ബിസൈഡ് ഹെർ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഫ്രണ്ടിൻ്റെ അരികിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. സൈഡ് എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അരികെ എന്ന് പറയുന്ന പാറ്റേൺ. ഈ ബിസൈഡ്സിന്റെ പ്രത്യേകത നോക്കി നിങ്ങൾ. ബിസൈഡ്സിന്റെ പ്രത്യേകത എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ അധികമായി വരുന്ന ഒരു പാറ്റേൺ ആണല്ലോ. എസ് എന്ന് പറയുന്ന ലെറ്റർ അധികമായി വരികയാണ്, ഒരു അധികപ്പറ്റാണ് ആണല്ലോ. അധികപ്പറ്റായിട്ട് വരുന്ന ഒരു ലെറ്ററാണ് എസ്. അപ്പൊ അധികപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇന്നഡീഷൻ എന്നാണ് അർത്ഥം. ഇന്നഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂടാതെ എന്ന് നമ്മൾ പറയാനാണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്നഡീഷൻ, കൂടാതെ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുകയാണ് ബിസൈഡ്സ് രാഹുൽ രാധ ഹാസ് 2 more friends. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ, രാഹുലിനെ കൂടാതെ രാധയ്ക്ക് 2 കൂട്ടുകാർ കൂടി ഉണ്ട്. അപ്പൊ ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ എന്നുള്ള പാറ്റേൺ ആണ്. ഇൻ അഡീഷൻ എന്ന് പറയുന്ന പാറ്റേൺ. ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികെ എന്ന് പറയുന്നത്. രാധ ഈസ് സിറ്റിംഗ് ബിസൈഡ് രാഹുൽ എന്ന് പറയുന്ന പാറ്റേൺ. സോ സ്ഥിരമായി നമുക്ക് എക്സാമിന് ചോദിച്ച് കൺഫ്യൂസ് ആക്കുന്ന പാറ്റേൺ ആണ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ വൊക്കാബുലറി പാറ്റേണിൽ നിന്നും ഗ്രാമർ പാറ്റേണിൽ നിന്നും എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതാണ്. വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ നമ്മുടെ മുമ്പിൽ എക്സാമിനേഷൻ. സോ ഡു പ്രാക്ടീസ് ദാറ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.